റെഡിയായല്ലോ അല്ലേ? ഇല്ല, ഞങ്ങളിപ്പോ കഴിച്ചത് ഒത്തന്റിക് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ്. ഇല്ലെങ്കിലും വെറുതെ കുടിച്ചാ. ഹലോ, ഇന്ന് ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് പോവാണ്. കണ്ടോ, ദ ഫുൾ ഗ്യാങ് ഇവിടെ ഉണ്ട്. ദ പാക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് പിക്ക് ചെയ്യാൻ തന്നാണ്. കുറേ പേര് അവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്. കണ്ട, അപ്പുറത്തെ ക്യൂലുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ജെസി മാക്സിന് ഫുഡ് പിക്ക് ചെയ്യുന്നു. ഫ്ലൈറ്റ് കയറിയല്ലോ. ഞങ്ങള് പ്യൂട്ടോറിക്ക് എത്തി. ഇപ്പൊ സമയം 12 മണി. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് റെന്റ് കാറൊക്കെ പിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റിനുള്ളിലാണ് എയർബിഎൻബി. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യണം, കിടന്നുറങ്ങണം. ഹലോ, ഇന്നലെ രാത്രി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ 2 മണിയായി. എത്തിയപ്പോൾ കാറൊക്കെ കിട്ടി. പിന്നെ കുറച്ച് ഡിലേ ഒക്കെ വന്ന്, കണ്ടുപിടിച്ചൊക്കെ വന്നപ്പോൾ ഡിലേ വന്ന്. അപ്പോൾ ഞങ്ങൾ എയർബിഎൻബി ചെക്ക് ഇൻ ചെയ്തു. 2-2.5 മണിക്കൂർ ഉറങ്ങിക്കാണും. എണീറ്റ് ഇപ്പോൾ രാവിലെ എണീറ്റ് മീൻസ് 5:30 എണീറ്റ് വന്നിട്ട് റെഡിയായി. 6:30 ആകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബീച്ചാണ് ഇന്നത്തെ പ്ലാൻ. എയർബിഎൻബിയുടെ വ്യൂ കാണിക്കട്ടെ. കണ്ടോ, ഇതാണ് വ്യൂ. ഇറങ്ങിയില്ല പുറത്ത്. രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വന്നിട്ട് വേണം ഇറങ്ങാൻ. ഉണ്ടോ, അടിപൊളിയല്ലേ? റെഡിയായല്ലോ അല്ലേ? ഇല്ല, ഓരോ ബെഡ്റൂംസ് കണ്ടോ, എല്ലാ ബെഡ്റൂമിന്റെയും വ്യൂ ഇതുപോലെ സൂപ്പർ വ്യൂ ആണ്. സീ, ഈ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ബീച്ച് സൈഡ് എയർബിഎൻബി ബുക്ക് ചെയ്തത്. ഒരു പൂളൊക്കെ കാണാമല്ലോ അല്ലേ? ഇവിടെ ഒരു പൂൾ ഇവിടെ റെനോവേഷനിൽ കിടക്കുന്നുണ്ട്. അത് പോട്ടെ. ഗേൾസ് ഓൺലി ട്രിപ്പ് ആയതുകൊണ്ട് കണ്ടോ, എല്ലാ ബെഡും വിരിച്ചിട്ടിട്ട് കാണും. എല്ലാ റൂമും ഇതുപോലെ നല്ല വൃത്തിക്ക് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ലൈബ്രറിയിലേക്ക് പോവാണ്. സ്നോർക്കലിംഗ് കാറിലെ വൈബിംഗ് ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് മിണ്ടാണ്ടിരിക്കുന്നത് വൈബ് വരട്ടെ. വൈബ് 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 വേണ്ട. ഞങ്ങളിപ്പോ ഫെറി ടെർമിനലിലെത്തി. കുറച്ച് ഓടി പിടിച്ച് വരേണ്ടി വന്നു. കുഴപ്പമുണ്ടായില്ല. ഫെറി കയറുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, കസേരയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പ്യൂട്ടോറിക്കോനെ പറ്റി പറയാം. ഈ പ്യൂട്ടോറിക്കോ എന്ന് പറയുന്നത് യുഎസിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ വരാൻ വേണ്ടി നമുക്ക് വിസയോ ഒന്നും വേണ്ട. ഇവിടെ ലീഗലി താമസിക്കുന്ന ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അത് മാത്രം മതി ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറി പോരാൻ വേണ്ടി. അപ്പം അതല്ലാതെ ഇതൊരു ഐലൻഡാണ്. കുറേ ചുറ്റോട് അപ്പോൾ കുറേ വാട്ടർ ആക്ടിവിറ്റീസാണ് ഇവിടെ കൂടുതലുള്ളത്. എപ്പോഴും മഴയാണ്, എന്നും മഴയാണ്. പ്രൊഡിക്ഷൻ 80%, 90% മഴയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വെയിൽ. വരുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മഴയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വെയിലാണ്. അപ്പോൾ നമ്മളെ പോളോ കൊയില് പറഞ്ഞ പോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല വെയിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. സ്നോർക്കലിംഗ് അല്ലെങ്കിൽ കുറച്ച് മഴ പെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഫെറിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ആക്ച്വലി ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അവസാനമായപ്പോൾ മോൾട്ട് ഫ്ലോറിൽ നിന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. താഴോട്ട് വന്നിട്ട് കോഴിക്കുട്ടി വന്ന് കാലിക്കൂടെ കയറിയതാണ്. എൻ്റെ ഭഗവാനെ, ഫെറിയുടെ താഴേക്ക് പോകുന്ന ഒരു ആട്ടം കൂടും. ഛർദ്ദിക്കാൻ വന്നു. അവസാനത്തെ 1 അവർ കുളവായി കിട്ടിയത്. അയ്യോ, ഇറങ്ങിയപ്പോൾ ഒരു സമാധാനം. ഇതാണ് ഞാൻ പറഞ്ഞത്, കോഴിക്കുട്ടി.
നമ്മളെ നാട് പോലെ തന്നെയുണ്ട് ശരിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് ചൂളപാടി അല്ലെങ്കിൽ മറ്റേ വെയില് കാണിച്ചു തരാം. സമയമുണ്ടോ? ഒത്തിരി ഇല്ല. സ്നോർക്കലിങ്ങിന്റെ സ്ഥലത്തേക്ക് 1 കിലോമീറ്റർ നടത്തുണ്ട്. ടാക്സി വിളിച്ചില്ല, ഞങ്ങൾ നടക്കുകയാണ്. കുറച്ചധികം സൺസ്ക്രീനൊക്കെ ഇട്ടതിൻ്റെയാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ വേർക്കുകയും കൂടെ ചെയ്തു. നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്നാണ് വരുന്നത്. ന്യൂജേഴ്സിയിൽ തണുപ്പ് മാറി ചൂടായി വരുന്നുള്ളൂ. നല്ല വെതറാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മളൊരു 60-65 നിന്ന് നമ്മളിവിടെ വന്നപ്പോൾ 90 ഫാരനൈറ്റും 95 ഫാരനൈറ്റും ഒക്കെയാണ് ഇവിടുത്തെ ചൂട്. കണ്ടോ? സ്നോർക്കലിങ്ങിലും ഫ്ലമിംഗോ ബീച്ചൊക്കെ പോയിട്ട് ഞങ്ങൾ വളരെ ടയേർഡാണ്. ഇനി ഫുഡ് കഴിക്കണം, തിരിച്ച് റൂമിൽ പോകണം. അതിനിടയിൽ സൺസെറ്റ് കാണാൻ കുറച്ച് അവർ സ്പാനിഷിലാണ് പറഞ്ഞത്. എന്നാലും എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതാണ് കാര്യം. ഞങ്ങളും വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ കാറ് കൊണ്ട് നിർത്തിയിട്ട് കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഹൈക്കിങ്ങിന് പോവാണ്. എവിടെയാ പോണെന്ന് പറഞ്ഞു കൊടുക്കരുത്. ഉച്ചവരെ ഹൈക്കിങ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ബീച്ച് പ്ലാൻ ഉണ്ട്. ലഞ്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ ഞാൻ പോവാണേ. അല്ല, അവരെ കാറ് നമ്മൾ എടുത്തില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ. എല്ലാം പഴം വെറൈറ്റീസ് ആണ് മോസ്റ്റ്ലി. പഴവും നമ്മുടെ നാട്ടിലെ ബീഫ് ആൻഡ് പഴംപൊരി ഇല്ല. ഒന്ന് കാണിച്ചു. ബീഫ് ആൻഡ് പഴംപൊരി സാധനം ഇവിടെ ഞാൻ വാങ്ങിച്ചതാണ്. ഞങ്ങളിപ്പോ കഴിച്ചത് ഒത്തന്റിക് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ്. പ്യൂട്ടോറിക്കയുടെ ഒത്തന്റിക് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് കഴിച്ചത്. നമ്മുടെ നാട്ടിലെ പോലെ നേന്ത്രപ്പഴം വഴറ്റിയത്, ഹെൽത്തി, അതെ, പീനട്ട് ബട്ടർ, പ്രോട്ടീനും ഉണ്ട്, ബൗള്, ഫ്രൂട്ട്സിന്റെ ബൗള്, അതില് അസായി ബൗള്, ബീഫ് പഴംപൊരി, ആ സാധനം പഴംപൊരിയുടെ ഷേപ്പ്, അതിനകത്ത് ബീഫൊക്കെ നിറച്ചിട്ട്. പക്ഷെ മധുരമല്ല, കൈൻഡ് ഓഫ് സ്പൈസിയാണ്. ഓഡ് നമ്പേഴ്സിനെ കണ്ട കാര്യം അവൾ ആക്ഷൻ നിർത്തി. അപ്പോഴത്തേക്കും If you guys look straight out back that way, we have a breadfruit tree. In Puerto Rico, we call it pana. You can fry it, you can boil it, tastes very amazing, okay? Back that hand side, right over there. Straight back that way, we have a mango tree, right? We're in mango season now. ഞങ്ങൾ റെയിൻ ഫോറസ്റ്റ് ഹൈക്കിങ്ങിന് ഇറങ്ങിയ ദിവസം തന്നെ നല്ല മഴയാണ് ഇവിടെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ പോവാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഗ്രൂപ്പിൽ വേറെ ആൾക്കാരുണ്ട്. കണ്ടോ? ഓക്കെ, വീഡിയോ എടുത്തുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ ഞാൻ തെന്നി വീണ മുഖമൊക്കെ ഇടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. കാണിച്ചു തരാം. കാട്, റെയിൻ ഫോറസ്റ്റ്, കുറച്ച് വഴുവഴുപ്പുണ്ട്. നമുക്ക് കണ്ട് നടക്കണം.
ഞങ്ങൾ രാവിലെ വന്ന കടയാണിത്. അവർ കടയ്ക്ക് ഷട്ടർ ഇട്ട് തുടങ്ങിയിട്ട് ഇവിടെ രാവിലെ വന്നു കഴിച്ചു പോയി തിരിച്ചു വന്നു, അവിടുന്ന് തന്നെ കഴിച്ചു. അതെ അവർ കട അടച്ചു തുടങ്ങി. നിങ്ങൾ ഇറങ്ങി പൊക്കോന്നാണ് ഉദ്ദേശിച്ചത്. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. നമ്മൾ ബയോബേ പോവാണ്, ബയോലുമിനസൻസ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ ഞങ്ങളൊരു ബോട്ട്. You guys all together? Yeah. Awesome. Yeah, so you guys can just make sure to feel comfortable. We're going to be having 5 on the back and 4 in the front. Fully safely. We have about a 92% return rate. So if that's okay with everybody, we're going to be heading on with the tour. All right. Before we head on with the tour, we have to go through some safety precautions. So inside of the seats, we got life vests for everyone. Not that you're going to need them, because if you do manage to fall over this boat, which is extremely impressive, just stand up. As you can see, the water's about 2 to 3 feet deep. So you're going to be all right. Very shallow waters. If you do manage to fall out, just stand up and walk away. You're going to be good. For the second row, you're going to be seeing we have a lot of hanging roots and branches throughout the whole channel. I'm going to ask you if you could please don't hang on to them, because they will swing and it could hit some of you, and that would not be good. And for the third and final rule, please don't flash photography. You're going to be seeing later they have some kayaks around here which have no idea what they're doing whatsoever. We also have a captain who would not want to be blinded. And I do not know how to drive this thing, so please let's keep our captain safe. That's going to be pretty much it for now. Thank you guys and welcome to Bio Island. Thank you. Thank you. Now this tree is called Palo Viejo. It is around 250 years old. Hence the name Old Tree. Puerto Ricans are very creative in names. കേട്ടോ 250 കൊല്ലം പഴക്കമുള്ള ട്രീ ആണെന്ന്. വയസ്സ് 250. എൻ്റെ അമ്മേ. Yes, that is correct. All of these ഹാങ്ങിങ് റൂട്ട്സ്, മാംഗ്രോവ്സ് കണ്ടോ. Now, കൊള്ളാം. do any of you know which type of tree? ആഴമൊന്നുമില്ല കേട്ടോ, വീണാ എണീറ്റ് നടന്നുള്ളതെന്നാ പറഞ്ഞേ. Sorry? Mangroves. That is correct. Now, welcome to. Oh my. Such a beautiful. Wow. Oh my, what a beautiful view we have right now. ഞങ്ങൾ കഴിക്കാൻ പോകണം. ഞങ്ങൾ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞ് ഇന്ന് കഴിക്കണം. പിന്നെ ലാപ്ലാസിറ്റ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പോകണം. ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഒരു 11 മണി വരെ ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് കഴിച്ച് അതിനടുത്ത് തന്നെ ഏതെങ്കിലും ഒരു പബ്ബിലൊക്കെ കയറി നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ ക്വാളിറ്റി നൈറ്റ് തിരിച്ചു വരണം, കിടന്നുറങ്ങണം. അല്ലടേ, ഇതിനകത്ത് കരിയില്ല. ദിസ് ഇസ് ഡൈസൺ. അങ്ങനെ ഞങ്ങള് ചെക്കൗട്ട് ചെയ്യാൻ ഇത് ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ട്രിപ്പ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നാലും കുറച്ചും കൂടി ഉണ്ട്, ഒരു ഡേയും കൂടി ഉണ്ട്. യെസ്, വി ഹാവ് വൺ മോർ ഡേ ഹിയർ. ഇവിടെ പുറത്ത് ബീച്ചുണ്ട്. ആ ബീച്ചിൽ പോയിട്ട് ഈ പെട്ടികൾ കാറ് കൊണ്ടുവെക്കണം. കണ്ടോ, ആ ബീച്ചിലൊന്ന് പോകണം ഞങ്ങൾക്ക്. യെസ്, അവിടെ ഇതുവരെ പോയില്ലായിരുന്നു. ഒന്ന് പോകണം. തിരിച്ചു വന്നിട്ട്
നാട്ടിലേക്ക്. ഇവിടെ ഒരു ടൗൺ ഉണ്ട്, ഓൾ സാൻ ഹുവാൻ പറഞ്ഞൊരു ടൗൺ ഉണ്ട്. അപ്പോൾ അവിടെ പോകണം. കുറച്ച് ഇതിലെ നടന്ന് കുറച്ച് ഷോപ്പിംഗ്, എന്നിട്ട് രാത്രിയത്തെ ഫ്ലൈറ്റിന് നാട്ടിലേക്ക്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓൾ സാൻ ഹുവാനിലാണ്. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, പിന്നെ കുറേ പഴയ ബിൽഡിങ്സ് ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി വന്നതാ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് പരിപാടിയുണ്ട്, കടകളുണ്ടെന്നാണ് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ ഞങ്ങൾ ഉണ്ട്. കുറേ ലിക്കർ ഷോപ്പുണ്ട്. അതല്ലാതെ സോഫാറൊന്നും കണ്ടിട്ടില്ല. ഒന്ന് നടക്കുമ്പോൾ കാണുമായിരിക്കും. ഇത് കോട്ടയാണ് കേട്ടോ, ഓൾഡ് സാൻ ഹുവാൻ കോട്ട. തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. ലോ എനർജി മോഡലായതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. ബാക്ക് ടു ന്യൂയോർക്ക്. ന്യൂജേഴ്സി എത്തി. ഞങ്ങൾ ബാഗേജ് കളക്ട് ചെയ്ത് വീട്ടിൽ പോകാൻ പോകുന്നു. ട്രിപ്പ് കഴിഞ്ഞു. ബൈ.